ലൈഫ് മൊത്തം ചേഞ്ച് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക എന്നൊക്കെയുള്ള ഐഡിയ ചിലപ്പോൾ നമുക്ക് വളരെ ഓവർവെമിംഗ് ആയിട്ട് തോന്നാം. കാരണം വലിയ വലിയ ചേഞ്ചസ് ഒരു രാത്രി കൊണ്ട് നടക്കുമെന്നോ വെറും 3-4 ദിവസങ്ങൾ കൊണ്ട് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുമെന്നോ നമ്മൾ കരുതും. ഒരു പരിധിവരെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫിക്ഷന് ഇതിൽ വലിയ പങ്ക് തന്നെയുണ്ട്. ഞാൻ ഇത്രയും കാലം വായിച്ച പുസ്തകങ്ങൾ, കേട്ട പോഡ്കാസ്റ്റ്, ഇവയിൽ നിന്നെല്ലാം മനസ്സിലാക്കിയ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും: ട്രൂ ചേഞ്ച് ഡസൻറ്റ് കം ഫ്രം ക്വിക്ക് ഫിക്സസ് ഓർ ഫ്ലീറ്റിംഗ് ഇൻസ്പിറേഷൻ. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. കൺസിസ്റ്റൻ്റ് എഫേർട്ട്, റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആൻഡ് എംബ്രേസിങ് ഇംപെർഫെക്ഷൻ, ഇങ്ങനെ പല കാര്യങ്ങൾ കൂടിച്ചേർന്ന ഒന്നാണ്. സോ നമ്മൾ ഇതുവരെ കേട്ട കെട്ടുകഥകളെല്ലാം മാറ്റിവെച്ച് സയൻറ്റിഫിക് സ്റ്റഡീസ് എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, അതായത് ശരിക്കും നമ്മൾ നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നൊന്ന് നോക്കിയാലോ. വളരെ പോപ്പുലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് 21 ഡേയ്സ് കൊണ്ട് ഒരു ഹാബിറ്റ് ഫോം ചെയ്യും എന്നുള്ളത്. 1950കളിൽ അമേരിക്കൻ പ്ലാസ്റ്റിക് സർജൻ ആയിരുന്ന ഡോക്ടർ മാക്സ്വെൽ മാൾസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമാണ് ഈ ഒരു കൺസെപ്റ്റ് ആളുകൾ സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയത്. സർജറി ചെയ്യുന്ന പേഷ്യൻസ് എല്ലാം ഏകദേശം 3 ആഴ്ചകൾ കൊണ്ടാണ് അവരുടെ ഫിസിക്കൽ ചേഞ്ചസുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് എന്ന് ഡോക്ടർ മാൾസ് മനസ്സിലാക്കി. ആൻഡ് അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ആളുകൾ വലിയ തോതിൽ തന്നെ ഈ ഒരു പുസ്തകം ഏറ്റെടുത്തു. പക്ഷേ ഈ ഒബ്സർവേഷൻ ഒരിക്കലും ഒരു സയൻറ്റിഫിക് തിയറിയോ റൂളോ അല്ല. ഇറ്റ് ഇവോൾവ്ഡ് ഇൻ ടു ദ 21-day ഹാബിറ്റ് ഫോർമേഷൻ മിത്ത്. പക്ഷേ സത്യം എന്താണെന്നാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട്, അതൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യലാവട്ടെ, നിലവിലുള്ള ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യലാവട്ടെ, നിങ്ങൾ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യലാവട്ടെ, എല്ലാത്തിനും 21 ദിവസത്തിനേക്കാൾ സമയവും എഫേർട്ടും ആവശ്യമാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അതിനേക്കാൾ സമയമെടുക്കുകയാണെങ്കിൽ 21 ഡേയ്സ് ഫോർ ഹാബിറ്റ് ഫോർമേഷൻ എന്ന ഓവർ സിംപ്ലിഫൈഡ് ആയ ഫ്രെയിം വർക്കിലേക്ക് റിലേ ചെയ്യൽ ശരിക്കും നമുക്ക് ഫ്രസ്ട്രേഷനാണ് തരിക. ചിലപ്പോൾ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. 21 ദിവസം അല്ലെങ്കിൽ പിന്നെ എത്ര ദിവസം കൊണ്ടാണ് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ കഴിയുക? ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഓഡിയോ ബുക്സ് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ദെൻ കുക്കോ FM മസ്റ്റായിട്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഞാനിതിൽ ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ ആയിട്ടുള്ള ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്. ദ മിറാക്കിൾ മോർണിംഗ്, ദ പവർ ഓഫ് ഹാബിറ്റ്സ് ടു ബിക്കം സക്സസ്ഫുൾ, അങ്ങനെ തുടങ്ങി 1000-ലധികം ഓഡിയോ ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് എവറി മന്ത് പുതിയ 20ഓളം ബുക്സ് നമ്മളുടെ ലാംഗ്വേജിൽ അപ്ലോഡ് ആവുന്നുണ്ട്. സോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 7-day ഫ്രീ ട്രയൽ പീരീഡ് കിട്ടും. ഈ 7 ദിവസം നിങ്ങൾക്ക് കുക്കോ FMൽ ഫുൾ ഓഡിയോ ബുക്സും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഫിലിപ്പ് ലാഡ്ലി നടത്തിയ ഗവേഷണത്തിൽ ഒരു ഹാബിറ്റ് ഫോം ചെയ്യാനായിട്ട് ശരാശരി 66 ദിവസം എടുക്കും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഏകദേശം 2 മാസം. ഇത് ഹാബിറ്റിൻ്റെ കോംപ്ലക്സിറ്റിയും നമ്മളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസും അനുസരിച്ച് ഇത് 18 ദിവസം മുതൽ 254 ദിവസം വരെ ആവാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡെയിലി രാവിലെ 1 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന ഹാബിറ്റ് ഫോം ചെയ്യാനായിട്ട് ഡെയിലി 1 hour എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും കംപ്ലീറ്റ് കരിയർ ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും സിമ്പിളാണ്, ലെസ് ടൈം കൺസ്യൂമിങ്ങും ആണ് അല്ലേ? ഡെഡ് ലൈൻ അച്ചീവ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്ഷമയോടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിലാണെന്നാണ് ഈ ഒരു വാരിയബിലിറ്റി സൂചിപ്പിക്കുന്നത്. മിക്ക ആളുകൾക്കും ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചാൽ കടക്കേണ്ട ആദ്യത്തെ കടമ്പ പെർഫെക്ഷനിസം ആയിരിക്കും. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് മിസ്റ്റേക്സ് കാരണം ഇതുവരെ നേടിയ എല്ലാ പ്രോഗ്രസ്സും നഷ്ടമാവുന്നു എന്നാണ്. അതാണ് പെർഫെക്ഷനിസ്റ്റ് ആവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതും. ബട്ട് അതിൽ ഒരു സത്യവും ഇല്ല. മിസ്റ്റേക്സ് ആർ എ നാച്ചുറൽ പാർട്ട് ഓഫ് ദ ജേർണി. ഒരു ദിവസത്തെ പ്രാക്ടീസ് മിസ്സാകുന്നത്, നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നത് ഒരിക്കലും നിങ്ങളുടെ ഫെയിലിയറിനെ അല്ല കാണിക്കുന്നത്. ഇറ്റ് മീൻസ് യു ആർ ഹ്യൂമൻ. ഞാൻ ഇത്രയും കാലം കൊണ്ട് പഠിച്ച ചില ഫാക്ട്സ് പറയാം. ഫോക്കസ് ഓൺ ദ പ്രോസസ്, നോട്ട് ജസ്റ്റ് ദ ഔട്ട്കം. സെലിബ്രേറ്റ് സ്മോൾ വിൻസ്, ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ബിഗ് ട്രാൻസ്ഫോർമേഷൻസ്. ആക്സെപ്റ്റ് സെറ്റ്ബാക്സ് ആസ് ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ, നോട്ട് ആസ് സൈൻസ് ടു ക്വിറ്റ്. പെർഫെക്ഷനിസം ഓവർകം ചെയ്താൽ നമ്മളെ ബാധിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എൻവയോൺമെൻറ്റ്. ഞാൻ എൻ്റെ കോണ്ടൻറ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഗോൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പേസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലായി. സോ ഐ സെറ്റ് റിമൈൻഡേഴ്സ്, ക്രിയേറ്റഡ് എ ക്വയറ്റ് വർക്ക് സ്പേസ് ആൻഡ് സറൗണ്ടഡ് മൈസെൽഫ് വിത്ത് ഇൻസ്പയറിംഗ് ബുക്സ് ആൻഡ് റൈറ്റേഴ്സ്. അൺനെസസറി ആയ ഫിക്ഷൻ ഒഴിവാക്കാൻ സപ്പോർട്ടീവായ എൻവയോൺമെൻറ്റ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അലാറം സെറ്റ് ചെയ്യുന്നതും സ്പേസ് ഡീക്ലട്ടർ ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളുടെ സെയിം മൈൻഡുള്ള ആളുകളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതും നല്ലൊരു സറൗണ്ടിങ് ഷേപ്പ് ചെയ്തെടുക്കുന്നതും എല്ലാം ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നമ്മുടെ കഴിവിനെ എൻഹാൻസ് ചെയ്യും. ബട്ട് അറ്റ് ദ എൻഡ് എല്ലാ കാര്യങ്ങളും പോയിന്റ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലേക്കാണ്. ട്രാൻസ്ഫോർമേഷൻ ഡസൻറ്റ് ഫോളോ എ സ്ട്രിക്റ്റ് ടൈം ലൈൻ. ചിലപ്പോൾ അത് 2 മാസമാവാം, 8 മാസമാവാം, ചിലപ്പോൾ വർഷങ്ങൾ പോലും ആവാം. ബട്ട് വാട്ട് ട്രൂലി മാറ്റേഴ്സ് ഈസ് ദ ജേർണി.
ഓരോ ദിവസവും പൊരുതാനുള്ള വിൽ പവറാണ്, നമ്മളുടെ ഉള്ളിലെ സ്ട്രോങ് ഇൻറ്റൻഷനാണ് നാളെ നമ്മൾ ആരായിത്തീരും എന്ന കാര്യം തീരുമാനിക്കുന്നത്. റിയൽ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ആവശ്യം നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക എന്നതാണ്. ഹൗ ലോങ് വിൽ ദിസ് ടേക്ക് എന്ന് ചോദിക്കുന്നതിന് പകരം വാട്ട് ക്യാൻ ഐ ഡു ടു മൂവ് ക്ലോസർ ടു ദ ലൈഫ് ഐ വാണ്ട് എന്ന് ചോദിക്കാം. ഡെഡ് ലൈൻ കടക്കാനായിട്ട് ധൃതി കാണിക്കുന്നതിനേക്കാൾ ഡെയിലി ഉണ്ടാക്കുന്ന പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് ദെൻ യു വിൽ ഫൈൻഡ് ദാറ്റ് ചേഞ്ച് ആൻഡ് വൺ ഡേ യു ലുക്ക് ബാക്ക് ആൻഡ് റിയലൈസ് ഹൗ ഫാർ യു ഹാവ് കം. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ക്വിക്ക് ഹാക്സോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടൈം ലൈൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയോ ഒന്നുമല്ല. ഇറ്റ്സ് അബൌട്ട് കമ്മിറ്റിംഗ് ടു ദ പ്രോസസ് ആൻഡ് എംബ്രേസിങ് ഇംപെർഫെക്ഷൻ. ഇവയ്ക്ക് പുറമെ മറ്റൊരു വലിയ സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2 സ്റ്റെപ്പ് മുന്നോട്ട് നടന്നിട്ട് 1 സ്റ്റെപ്പ് പിന്നോട്ട് നടക്കുന്നതും ചിലപ്പോൾ പ്രോഗ്രസ് തന്നെയാണ് എന്നുള്ളത്. സോ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ്റെ എഡ്ജിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇനിയും എത്ര സമയം വേണ്ടി വരും എന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: സ്റ്റാർട്ട് നൗ. നോ മാറ്റർ ഹൗ സ്മോൾ ദ സ്റ്റെപ്പ്, trust the process even when it feels slow. Celebrate every win, however minor it may seem. ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ചേഞ്ച് വരണം എന്നില്ല. ഇറ്റ് ഹാപ്പൻസ് ഓവർ കൗണ്ട്ലെസ് മൊമെൻറ്റ്സ് ഓഫ് ഷോയിങ് അപ്പ് ആൻഡ് ട്രൈങ് അഗെയിൻ. അങ്ങനെ അവസാനം നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ, ചിലപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിടത്തെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദ ജേർണി വാസ് വർത്ത് എവറി സ്റ്റെപ്പ്. ഡോക്ടർ ഫിലിപ്പെ ലാലിയുടെ സ്റ്റഡിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മളൊരു ഹാബിറ്റ് ഫോർമേഷൻ ജേർണി സീരീസ് ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി ഓരോ വീഡിയോസ് ആയിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുക. ആൻഡ് വി വിൽ guide you to form a habit and maintain it. So if you are interested, do check it out. All the best for your transformation journey. So വീഡിയോ എല്ലാവർക്കും വ്യൂസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. Have a great day.